നമസ്തേ. കാളസർപ്പദോഷത്തെക്കുറിച്ച് പറയുകയാണ്. എന്താണ് കാളസർപ്പദോഷം? ഒരു ജാതകത്തിൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇടയിൽ ഗ്രഹങ്ങൾ നിന്നാൽ കാളസർപ്പദോഷം എന്ന് പറയുന്ന ദോഷം ഉണ്ടാകും എന്ന് പറയുന്നു. അതിൻ്റെ ഫലമായി ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ടാകും. ക്ലേശാനുഭവങ്ങൾ കൂടിയിരിക്കും. സന്താനക്ലേശം, ദാമ്പത്യക്ലേശം, തൊഴിൽപരമായ ക്ലേശം, എത്ര പരിശ്രമിച്ചാലും ഉന്നതിയിലെത്താതിരിക്കുക, അങ്ങനെ കുറേ ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ കാളസർപ്പദോഷത്തിൻ്റെ ഫലം എന്നുള്ള രീതിയിൽ പറയുന്നത്. കേരളത്തിലെ ജ്യോത്സ്യന്മാരിൽ കാളസർപ്പദോഷം കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ കാളഹസ്തിയിൽ ദർശനം നടത്തി അവിടെ കാളസർപ്പദോഷ പരിഹാര പൂജ ചെയ്യാൻ പറയും. ചില ആൾക്കാർ ഈ ദോഷം, ഇത് വളരെ വലിയ ദോഷമാണ്, ഇത് സർപ്പദോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയ പൂജയും പരിഹാരങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും. വേറൊരു കൂട്ടരാകട്ടെ ഈ കാളസർപ്പദോഷം അങ്ങനൊരു ദോഷമില്ല, ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇടയിൽ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ മോശം ഫലമൊന്നും ആരുടെയും ജീവിതത്തിൽ വരത്തില്ല. സച്ചിൻ ടെണ്ടുൽക്കറുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ ജാതകത്തിൽ കാളസർപ്പയോഗമുണ്ട്. അപ്പോൾ ഇത് ഒരു തട്ടിപ്പാണ്. ആന്ധ്രയിലേക്ക് ആൾക്കാരെ പറഞ്ഞു വിട്ട് കമ്മീഷൻ വാങ്ങിക്കാൻ ഉള്ള ഒന്നാണ് ഈ കാളസർപ്പദോഷം എന്നാണ് അവർ പറയുന്നത്. ശരിക്കും എന്താണ് ഈ കാളസർപ്പദോഷം? അപ്പം അഗ്രേ രാഹുർ അദ്വയ കേതു സർവമധ്യേ ഗതേ ഗ്രഹ യോഗായം കാളസർപ്പാക്യം എന്നൊരു ശ്ലോകമാണ് ഈ കാളസർപ്പദോഷത്തെ ഉണ്ടെന്ന് പറയാൻ ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കാളസർപ്പദോഷം എന്നല്ല പറയേണ്ടത്, കാളസർപ്പയോഗം എന്ന് പറയണം. ഇതൊരു യോഗമാണ്. അതായത് ജാതകത്തിൽ നല്ലതും ചീത്തയുമായ ധാരാളം യോഗങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു യോഗത്തിൻ്റെ പേരാണ് കാളസർപ്പയോഗം എന്ന് പറയുന്നത്. ഈ പറയുന്ന ശ്ലോകം ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് എന്നുള്ളത് അവ്യക്തമാണ്. ഏത് ഗ്രന്ഥത്തിൽ നിന്നാണെന്ന് അറിയത്തില്ല. പാരമ്പര്യമായി ജ്യോത്സ്യന്മാർ ചൊല്ലി വരുന്ന ഒരു ശ്ലോകമാണ് എന്നേ ഉള്ളൂ. ഏത് ഗ്രന്ഥത്തിലാണ് എന്ന് പറയുന്ന അവ്യക്തമാണ്. പിന്നെ ഈ കാളസർപ്പദോഷത്തെക്കുറിച്ച് ആധികാരിക ഗ്രന്ഥങ്ങളിലൊന്നും അങ്ങനെ സൂചനകളില്ല എന്നുള്ളതാണ്. എങ്കിലും തെക്കൻ കേരളത്തിലെ ജ്യോത്സ്യന്മാർ, പ്രത്യേകിച്ച് പാരമ്പര്യവാദികളായ പഴയ ജ്യോത്സ്യന്മാർ, തമിഴ്നാട്ടിലെ ജ്യോത്സ്യന്മാർ, ആന്ധ്രയിലെ ജ്യോത്സ്യന്മാർ, ഇവരൊക്കെ ഈ കാളസർപ്പദോഷത്തെ പരിഗണിക്കുന്നുണ്ട്. പ്രശസ്ത ജ്യോത്സ്യനായ BV രാമൻ കാളസർപ്പദോഷത്തെക്കുറിച്ച് പറയുകയും എഴുതിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം കാളസർപ്പദോഷം എന്നുള്ളതല്ല, കാളസർപ്പയോഗം എന്ന് പറയുന്നൊരു യോഗമാണ്. ഈ യോഗം അനുഭവത്തിൽ ഉള്ളതാണ് എന്നാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫലം, ഈ കാളസർപ്പയോഗം ഉള്ളവരെല്ലാം ദോഷഫലം അനുഭവിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്ന് പറയണം. കാര്യം ജാതകത്തിലെ അനേക യോഗങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ കാളസർപ്പയോഗം. കാളസർപ്പയോഗമുള്ള ജാതകത്തിൽ തന്നെ അതിശക്തമായ രാജയോഗങ്ങൾ ഉണ്ടാവാം, കേസരി യോഗം ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരുടെ ജാതകത്തിൽ ഈ ദോഷഫലങ്ങളൊന്നും അനുഭവത്തിൽ വരത്തില്ല. BV രാമൻ പറയുന്നുണ്ട്, കാളസർപ്പദോഷം ഉണ്ടെങ്കിൽ തന്നെയും ശക്തമായ രാജയോഗമുള്ളവരുടെ ജീവിതത്തിൽ അവർ ഉന്നതിയിലെത്തും, സ്ഥാനമാനവും പദവിയും പ്രശസ്തിയൊക്കെ ഉണ്ടാവും എന്നുള്ളതല്ലാതെ ദോഷഫലങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നില്ല. പൊതുവേ കാളസർപ്പദോഷം ഉള്ള വ്യക്തികൾ കൂടുതൽ അധ്വാനിക്കാൻ അല്ലെങ്കിൽ കഠിനാധ്വാനികളായിരിക്കും, കൂടുതൽ പരിശ്രമശാലികളായിരിക്കും. ഈ കാളസർപ്പദോഷമുള്ള വ്യക്തികൾക്ക് ഉണ്ടാകുന്നൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ അവരെ ഏറ്റവും വിശ്വസിക്കപ്പെടുന്നവരിൽ നിന്ന് പോലും വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാളസർപ്പദോഷത്തിൻ്റെ ഒരു ദോഷം ആയിട്ട് പറയേണ്ടത്. അപ്പം ജാതകത്തിൽ ശക്തമായ രാജയോഗമുള്ള വ്യക്തികളുടെ ജീവിതത്തിലൊന്നും ഈ കാളസർപ്പദോഷം ഒരു ദോഷഫലത്തെയും ചെയ്യത്തില്ല. അങ്ങനെ അല്ലാത്ത ഉള്ള വ്യക്തികളുടെ ജാതകത്തിൽ നല്ല യോഗങ്ങളൊന്നുമില്ല, എന്നാൽ കാളസർപ്പയോഗമുണ്ട്. അങ്ങനെ ഉള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഈ കാളസർപ്പദോഷം ദോഷഫലത്തെ ചെയ്യും. നമ്മൾ ഒരു യോഗഫലം നല്ലത് ചെയ്യുമോ മോശം ചെയ്യുമോ എന്ന് മനസ്സിലാക്കുന്നത് ഈ പുസ്തകം പഠിച്ച് മാത്രമല്ല, ആൾക്കാരുടെ ജാതകങ്ങൾ പഠിച്ചിട്ട് കൂടിയാണ്. അപ്പം വർഷങ്ങളായിട്ട് കുറേ ജാതകങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ മുന്നിൽ വരുന്ന ജാതകങ്ങളിൽ കാളസർപ്പയോഗം ഉണ്ടായിട്ട് ഉന്നതിയിലെത്തിയ ഒരുപാട് പേരുടെ ജാതകങ്ങൾ കാണാം. കാളസർപ്പയോഗം കാരണം വളരെ ദോഷസ്ഥാനത്തെത്തിയ പലരുടെയും ജാതകങ്ങൾ കാണാം. അവരുടെയൊക്കെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശക്തമായ രാജയോഗമുള്ള ആൾക്കാർക്ക് കാളസർപ്പയോഗം മുതലായ ദുര്യോഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർ ഉന്നതിയിലെത്തും. അതല്ല, നല്ല യോഗങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികളുടെ ജാതകത്തിൽ കാളസർപ്പദോഷം എന്ന മോശം യോഗം കൂടി വന്നാൽ അവർക്ക് ദോഷം ഫലങ്ങൾ തന്നെ അനുഭവത്തിൽ വരും. അതാണ് അനുഭവം. അപ്പം നമ്മളുടെ ഗുരുക്കന്മാരൊക്കെ ഈ കാളസർപ്പദോഷത്തിന് പരിഗണന കൊടുക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മളും അതൊക്കെ പിന്തുടർന്ന് വരുന്നു എന്നുള്ളതാണ്. എപ്പോഴും പഴയ തരത്തിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പഴയ ഗുരുക്കന്മാരുടെ പാത പിന്തുടരുന്നവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്.
പ്രത്യേകിച്ച് നമ്മൾ ജ്യോതിഷത്തിൽ വലിയ ഗവേഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും നടത്താത്ത വ്യക്തികൾ എപ്പോഴും ഗുരുവിൻ്റെ പാത പിന്തുടർന്നു പോകുന്ന ആൾക്കാരായിരിക്കും. അവർ അനുഭവം കൊണ്ട് അവർക്ക് സാധൂകരിക്കുന്ന കാര്യങ്ങളും ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ അനുഭവത്തിൽ വരുത്താൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അവർ പരിഗണിക്കുന്നത് ജ്യോതിഷി അല്ലെങ്കിൽ ജ്യോത്സ്യൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ കാളസർപ്പയോഗം എന്ന ഒരു യോഗമുണ്ട് എന്നുള്ളത് തന്നെയാണ് കാര്യം. ആധികാരികമായ ഗ്രന്ഥങ്ങളിലൊന്നുമില്ല, പ്രമാണ ശ്ലോകങ്ങൾ അധികമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു യോഗം ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ദേവപ്രശ്നവേദികളിലൊക്കെ ഗ്രന്ഥങ്ങളിലൊന്നും ഇല്ലാത്ത ധാരാളം പ്രമാണ ശ്ലോകങ്ങൾ ചൊല്ലുന്ന പഴയ ജ്യോത്സ്യന്മാർ ഒരുപാടുണ്ട്. അപ്പം അത് പാരമ്പര്യമായി പഠിച്ചു വരുന്ന കൈമാറി വരുന്ന വിദ്യയും അറിവും ഒക്കെയാണ്. അതൊന്നും ഗ്രന്ഥങ്ങളിൽ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ കാളസർപ്പദോഷം എന്ന് പറയുന്ന ദോഷമുണ്ട് എന്നുള്ളതിൻ്റെ പ്രത്യേകത, ഇത് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് ഈ യോഗം ചർച്ച ചെയ്യുകയും ജാതകങ്ങൾ എഴുതുകയും ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനൊരു യോഗമുണ്ട് എന്ന് തന്നെ ഉറപ്പിക്കാം. പ്രത്യേകിച്ച് വളരെ വലിയ സീനിയറായ ജ്യോത്സ്യന്മാരൊക്കെ ഈ കാളസർപ്പയോഗത്തെക്കുറിച്ച് സംസാരിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട്. അതുമാത്രമല്ല, ആന്ധ്ര എന്ന് പറയുന്ന സ്ഥലത്തെ 12-ാം നൂറ്റാണ്ട് തൊട്ട് സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രത്തിൽ ഈ കാളസർപ്പദോഷ നിവാരണ പൂജ എന്ന പേരിലൊരു പൂജയുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഇങ്ങനൊരു യോഗമുണ്ട് എന്നുള്ളത് നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. യോഗം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം കാളസർപ്പദോഷത്തിൻ്റെ ഫലമായിട്ട് നല്ല ഫലം അനുഭവിക്കുമോ മോശഫലം അനുഭവിക്കുമെന്ന് വെച്ചാൽ അവരുടെ ജാതകത്തിൽ ശക്തമായ രാജയോഗമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് എങ്കിൽ കാളസർപ്പദോഷം ദുരിതഫലത്തെ ചെയ്യും. നിങ്ങളുടെ ജാതകത്തിൽ കാളസർപ്പദോഷമുണ്ട്, ജീവിതത്തിൽ ദുരിതഫലങ്ങളാണ് എങ്കിൽ കാളഹസ്തിയിൽ പോയി പരിഹാരം ചെയ്യണം. എന്തിനാണ് കാളഹസ്തിയിൽ തന്നെ പോയി പരിഹാരം ചെയ്യണം എന്ന് പറയുന്നത്? അപ്പം അവിടേക്ക് ജ്യോത്സ്യന്മാർക്ക് ആൾക്കാരെ പറഞ്ഞു വിട്ടാൽ കമ്മീഷൻ കിട്ടുമോ? ഇതൊക്കെ വെറുതെയാണ്, വെറുതെ അടിസ്ഥാനമില്ലാത്ത ചില ആരോപണങ്ങൾ മാത്രമാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ യാതൊന്നും തന്നെയില്ല. ഈ കാളസർപ്പദോഷ നിവാരണ പൂജ എന്ന് പറയുന്നതിന് അവിടെ 1000 രൂപ 1500 രൂപയ്ക്ക് അകത്തുള്ള ഒരു പൂജയാണ്. അതിൽ കുറച്ചും ഒക്കെ പൂജകളുണ്ട്. ആ ഒരു എമൗണ്ടൊക്കെ മാത്രമേ പൂജയ്ക്കാവത്തുള്ളൂ. അത് എന്തുകൊണ്ട് അവിടെ തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ കാശിയെപ്പോലെ ഒരു പുണ്യസ്ഥാനം ആണ്, ഒരു പുണ്യസങ്കേതമാണ് ഈ കാളഹസ്തി എന്ന് പറയുന്ന ക്ഷേത്രം. പുണ്യക്ഷേത്ര ദർശനം കൊണ്ട് തന്നെ ജാതകദോഷങ്ങൾ മാറും. അപ്പോൾ അവിടെ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത പഞ്ചഭൂത ലിംഗങ്ങളിലൊന്നായ വായുലിംഗത്തിൽ ശ്രീ മഹാദേവൻ കുടികൊള്ളുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ പുരാണ പുസ്തകങ്ങളായ ധാരാളം ഐതിഹ്യങ്ങൾ പറയുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ജാതകദോഷത്തിന് ഒരു പരിഹാര പൂജയുണ്ടെങ്കിൽ ശരിക്കും കാളസർപ്പദോഷ അല്ലെങ്കിൽ രാഹു കേതു ദോഷ നിവാരണ പൂജ എന്ന പേരിലൊരു പൂജയുള്ളത് അവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പഴയ കാലം തൊട്ടേ പഴയ ജ്യോത്സ്യന്മാരൊക്കെ അവിടേക്ക് ആൾക്കാരെ പറഞ്ഞു വിടുന്നത്. അവിടെ മാർക്കണ്ഡേയ മുനിയും വായു ഭഗവാനും ശ്രീ പാർവതിയും ഒക്കെ തപം ചെയ്ത പുണ്യഭൂമിയാണ് എന്നൊക്കെയാണ് പുരാണ കഥകളിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ഷേത്ര ദർശനം കൊണ്ട് എന്തായാലും ഈ ജാതകദോഷങ്ങളെയൊക്കെ പരിഹരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് കാര്യം. തീർത്ഥാടനവും പുണ്യക്ഷേത്ര ദർശനവും നമ്മളുടെ ജാതകദോഷങ്ങളെ ഒരു പരിധിവരെ ഇല്ലാതാക്കും. പിന്നെ പുണ്യക്ഷേത്ര ദർശനം എന്നുള്ളത് ഒരു യോഗം ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്നൊരു കാരണമാണ്. ഒരു ജ്യോത്സ്യൻ ഒരു നിമിത്തമായിട്ട് ഒരു വ്യക്തിക്ക് അവിടേക്ക് ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ നിമിത്തമാകുന്നു എന്നേ ഉള്ളൂ. യോഗമുള്ള വ്യക്തിയാണെങ്കിൽ പോകും, പരിഹാരം ചെയ്യാൻ പറ്റും. ആൾക്കാർ പറയുന്ന പോലെ ഇത് കമ്മീഷന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. അത്ര പുണ്യമായിട്ടുള്ള ഒരു ക്ഷേത്രസന്നിധിയാണ്. അവിടെ ദർശനം നടത്താം, പ്രാർത്ഥിക്കാം, പരിഹാര പൂജ ചെയ്യാം. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മളുടെ പൂർവികർ അങ്ങനെ ഒരു പരിഹാരം പറഞ്ഞ് നിശ്ചയിച്ച് കാലാകാലങ്ങളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് നമ്മളും അത് തന്നെയാണ് അനുവർത്തിക്കുന്നത്. അത് പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം? അവർ ശിവനെ ശരിക്കും ഭജിക്കുകയും പ്രാർത്ഥിക്കുകയും ശിവഭജനം കൊണ്ട് ഈ കാളസർപ്പദോഷത്തിന് ശാന്തി വരുത്താൻ ശ്രമിക്കുക. അതാണ്. അല്ലാതെ ഇത് സർപ്പദോഷമാണെന്ന് കരുതി വലിയ പൂജകളോ പരിഹാരങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാളഹസ്തിയിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർ തിരുപ്പതിയിൽ ദർശനം നടത്തിയിട്ട് കാളഹസ്തിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാര്യം 2 മഹാക്ഷേത്രങ്ങൾ ഒരുമിച്ച് ദർശനം നടത്താൻ പറ്റുമെന്നുള്ളതാണ്. തിരുപ്പതിയിൽ നിന്ന് 35 കിലോമീറ്ററിനുള്ളിലാണ് ഈ കാളഹസ്തി എന്ന് പറയുന്ന ക്ഷേത്രം. അപ്പം ജാതകത്തിൽ അത്തരം ദോഷങ്ങളുള്ളവർ അവിടെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് എന്തായാലും നന്നായിരിക്കും. നന്ദി.